ഇനി നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് മുമ്പ് 1 തിരുവിതാംകൂർ, 2 കൊച്ചി, 3 മലബാർ, ഇങ്ങനെ 3 റീജിയനുകളായിട്ടായിരുന്നു വിഭജിച്ചിരുന്നത്. ഏറെ പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ, വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം ആഗതമായിരിക്കുകയാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ധീര ദേശാഭിമാനികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കൊടുവിൽ നമ്മൾക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട, ഈ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിൽ നിന്നും ആരൊക്കെയായിരുന്നു അതിന് നെടുനായകത്വം വഹിച്ചത്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, എന്തൊക്കെ ത്യാഗോജ്വലപരമായ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ലഘുവായിട്ട് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഈ ഒരു പ്രസ്ഥാനം, INC കുറിച്ച് അറിയാത്തവരായി ആരുമില്ല. The Indian National Congress was founded on 28th December 1885. It was the first modern nationalist movement to emerge in the British Empire in Asia and Africa. ഏഷ്യയിലും ആഫ്രിക്കയിലും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പദം, അതിന് വലിയ വിശാലമായ അർത്ഥം തന്നെയുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ത്യാഗോജ്വലപരമായ നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം 1885 ഡിസംബർ മാസം 28 സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തൊട്ടാകമാനം നിരവധി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെയുള്ള ആ പ്രസ്ഥാനത്തിന്റെ കുടക്കീഴിലേക്ക്, ആ പ്രസ്ഥാനവുമായി യോജിച്ച ആദ്യത്തെ മലയാളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഗോവിന്ദ പരമേശ്വരൻ പിള്ള, അതായത് GP പിള്ള അല്ലെങ്കിൽ ബാരിസ്റ്റർ GP പിള്ള. The first Kerala participated in INC activities. INCയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മലയാളിയാണ് ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള എന്ന GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് men and represent India, the two major work of barrister GP പിള്ള. ഗാന്ധിജിയുമായി അഭേദ്യമായി ബന്ധമുള്ള ഇന്ത്യ ചരിത്രത്തിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പോലും കേരളത്തിലെ റിനോൺഡ് ഫ്രീഡം ഫൈറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ബാരിസ്റ്റർ GP പിള്ളയുടെ 2 പ്രമുഖ പുസ്തകങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് men and represent India. Barrister GP Pilla is the only Keralite mentioned in the autobiography of Mahatma Gandhi. മഹാത്മാ ഗാന്ധിജിയുടെ ആത്മകഥയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള, പ്രതിപാദിച്ചിട്ടുള്ള ഒരൊറ്റ കേരളീയൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിസ്റ്റർ GP പിള്ളയെ എന്ന് ഉത്തരം പറയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും മനസ്സിലറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന് ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും തമ്മിലുള്ള ബന്ധം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും നമ്മുടെ പഴയ കേരളത്തിന്റെ ഭൂവിഭാഗങ്ങൾ അനവധിയായിട്ടുള്ള സംഘർഷഭരിതമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള നാടാണ്, കണ്ടിട്ടുള്ള നാടാണ്. ആ നാടില് ട്രാവൻകൂറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ ട്രാവൻകൂർ, ട്രാവൻകൂറിന്റെ രാഷ്ട്രീയ മൂവ്മെന്റുകളുടെ പിതാവായി കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. The first Kerala who participated in INC activities, and he wrote 2 important or greatest book, The National Congress Men and Represent India. Barrister GP Pilla is the only Keralite mentioned in the autobiography of Mahatma Gandhi and father of political movement in Travancore. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മളൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്കൊക്കെ ദേശീയ നേതാക്കന്മാരാണ് ഓർമ്മ വരുന്നതെങ്കിൽ ബാലഗംഗാധര തിലകനെയും സുഭാഷ് ചന്ദ്ര ബോസിനെയും മഹാത്മാ ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ സരോജിനി നായിഡുവിനെയും ആനി ബസന്റിനെയും മൗലാന അബ്ദുൽ കലാം ആസാദിനെയുമാണ് ഓർമ്മ വരുന്നതെങ്കിൽ ഇനിയും നമ്മുടെ കുട്ടികളോട് നമ്മൾ 100 തവണ ഉറപ്പിച്ച് ഓതി പഠിപ്പിക്കേണ്ട ചില പേരുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. സി കുഞ്ഞിരാമ മേനോൻ, മന്നത്ത് കൃഷ്ണൻ നായർ, ഡോക്ടർ TM നായർ, സി കരുണാകര മേനോൻ, KP അച്യുത മേനോൻ, KT നാരായണ മേനോൻ, AK ഗോപാലൻ, TK മാധവൻ, KP കേശവ മേനോൻ, P കൃഷ്ണപിള്ള, EMS നമ്പൂതിരിപ്പാട്, C കേശവൻ, K ദാമോദരൻ, വക്രം അബ്ദുൽ ഖാദർ മൗലവി, K രാമകൃഷ്ണപിള്ള, KT മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, 3 പേർ കൂടി ഉണ്ട് അതിനകത്ത്. KR നാരായണൻ, KV Simon and KPR Govalan. These are the very important Malayali who participated or involved Indian freedom struggle. ഇവരെ അറിയാതെ പോകരുത്, ഇവരെ പഠിക്കാതെ പോകരുത്, ഇവരെ കേൾക്കാതെ പോകരുത്. കാരണം
ഇന്ന് നാം അനുഭവിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യത്തിനും കാരണക്കാരായിട്ട് നിരവധി അനവധിയായിട്ടുള്ള രക്തസാക്ഷികളും ധീരദേശാഭിമാനികളും വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ ബാക്കിപത്രമാണ് നാം ഇന്ന് ഓരോരുത്തരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് 100% ഉറപ്പോടെ നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയും. ഇന്ന് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും സഞ്ചരിക്കാനും ഇഷ്ടമുള്ള വിവാഹം കഴിക്കാനും ഇഷ്ടമുള്ള മതം നേടിയെടുക്കാനും വിദ്യ അഭ്യസിക്കുവാനും ജോലി ചെയ്യുവാനും പ്രോപ്പർട്ടികൾ വാങ്ങിക്കുവാനും എല്ലാം നമുക്ക് അവകാശമുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, സമത്വമുണ്ടെങ്കിൽ അതെല്ലാം നേടിത്തരാൻ വേണ്ടി രാപ്പകലുകൾ അധ്വാനിച്ച് സ്വന്തം ജീവനും സ്വന്തം സമ്പാദ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് നെഞ്ചു വിരിച്ചു നിന്ന് വെടിയുണ്ടകളെ നേരിട്ടിട്ടുള്ള ഈ ധീരദേശാഭിമാനികളെ നിങ്ങൾ ആരും വിസ്മരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തിയുടെ അടുക്കലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. 1857 മങ്കാറ വില്ലേജ് ഓഫ് മലബാർ, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മങ്കാറ വില്ലേജിൽ ജനിച്ച, അതായത് മലബാർ പ്രദേശമായ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മങ്കാറ വില്ലേജിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഒരുപക്ഷെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ PSC പഠിക്കുന്ന കാലഘട്ടം മുതൽക്കേ തന്നെ സി ശങ്കരൻ നായരുടെ പേര് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാനിടയില്ല. അത് കാണാതെ പഠിച്ചിട്ടുമില്ല, കേട്ട് താരംഭിച്ചതാണ്. In 1897 he elected as the president of INC and the only Malayali to hold the post ever. 40ാമത്തെ വയസ്സിൽ തന്നെ, അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ട് ഈ പാലക്കാടിലെ ഒരു ഗ്രാമത്തിലുള്ള ഈ മനുഷ്യൻ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ലെവൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മെമ്പർ ഓഫ് റാലി യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഇൻ 1902. 1902 കഴ്സൺ പ്രഭു നിയമിച്ച തോമസ് റാലി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആയിരുന്നു 1902 തോമസ് റാലി കമ്മീഷൻ. സോ ആ റാലി കമ്മീഷന്റെ മെമ്പർ ആയിരുന്നു അദ്ദേഹം. Montagu Chelmsford reform in 1919 as a part of the Viceroy Executive Council, he played an important role in the expansion of the provisions in the Montagu Chelmsford reforms. Montagu Chelmsford ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട അതിലെ പ്രൊവിഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നു കൊണ്ട് അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പദവിയിൽ അലങ്കൃതമായി അദ്ദേഹം ആ പദവിയുടെ ഏറ്റവും മഹനീയമായ എല്ലാ സൗഭാഗ്യങ്ങളിലും അങ്ങ് ആണ്ടിറങ്ങി പോകാതെ resignation from the Viceroy Council when the massacre of Jallianwala Bagh happened, he resigned from the Viceroy Council in protest. Jallianwala Bagh massacre ഇന്ത്യ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരത്തില് നമ്മൾ ഏവരും വേദനയോടെ ഓർക്കുന്ന കറുത്ത അധ്യായമായിട്ടുള്ള ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന്റി സോഷ്യൽ എലമെന്റ് ആയി നടന്ന ആ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് മനം നൊന്ത് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുന്നു. സി ചേറ്റൂർ ശങ്കരൻ നായർ. സർ ചേറ്റൂർ ശങ്കരൻ നായർ accused Lieutenant Governor of Punjab Michael D. Dyer in his book Gandhi and Anarchy for being responsible for the atrocities at the Jallianwala Bagh massacre. Jallianwala Bagh massacre General Michael O. Dyer പ്രവൃത്തിയെ, അദ്ദേഹത്തിന്റെ അതിക്രമങ്ങളെ, അട്രോസിറ്റിയെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയുണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പോൾ രണ്ടുപേരെ നമ്മൾ കഴിഞ്ഞു. രണ്ടുപേരിൽ ഒരാൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിസ്റ്റർ GP പിള്ള, തൊടാൻ നമ്മൾ മടിക്കും. രണ്ടാമത്തത് സർ ചേറ്റൂർ ശങ്കരൻ നായർ, അറിയാൻ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കും. മൂന്നാമത്തെ ചിലപ്പോഴൊക്കെ ചരിത്ര രേഖകളിൽ നിന്ന് മാഞ്ഞുമറയുന്ന ഒരു പേരായിട്ട് മാറാറുണ്ട്. എനിക്ക് വിഷമമുണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, തെക്കേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിർണായക സ്വാധീനങ്ങൾ ഗ്രാമങ്ങളിലും സാധാരണ ജനങ്ങളിലും ഉണ്ടാക്കിയ ഒരു മഹത് വ്യക്തിത്വമാണ് കെ മാധവൻ നായർ എന്ന് പറയുന്നത്. He took initiative to form Congress committees in Palakkad, Talasheri, Kozhikode, Vadakara and Manjeri in Malabar in 1916. He participated in the annual conference of All India Congress Committee at Nagpur in December 1920. 1916 മലബാറിലും വടകരയിലും മഞ്ചേരിയിലും കോഴിക്കോടും തലശ്ശേരിയും പാലക്കാടുമെല്ലാം
കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി. അദ്ദേഹം 1920 നാഗ്പൂരിലെ AICCയുടെ ആനുവൽ കോൺഫറൻസിൽ പങ്കെടുക്കുകയും ചെയ്തു. എത്ര മലയാളികൾക്ക് അറിയാം ഈ കെ മാധവൻ നായർ എന്നുള്ളത്? വിമർശനാത്മകമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. എത്ര വിദ്യാർത്ഥികൾക്ക് ഈ കെ മാധവൻ നായരെ അറിയാമെന്ന് വീണ്ടും വിമർശനത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം രാജ്യം നിരവധി പ്രശ്നങ്ങൾ നേരിടുകയാണ്. റീജിയണലിസവും കമ്മ്യൂണിസവും ടെററിസവും കൊണ്ട് ബുദ്ധിമുട്ടാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ സ്ഥിതിവിശേഷമായി പലപ്പോഴും നമുക്ക് ഇന്ത്യയുടെ പ്രസന്റ് സെനാരിയോയെ കാണാൻ കഴിയും. അവിടെയെല്ലാം നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്, അധ്യാപകർ മുന്നോട്ട് വെക്കേണ്ടത് മറ്റാരെയുമല്ല, ഇതുപോലെയുള്ള പ്രതിഭകളെയാണ്. രാജ്യത്തിന്റെ ഈ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച, തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ്. മാധവൻ നായർ വാസ് ദ മെയിൻ ഫോഴ്സ് ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് ദി കേരള Provincial Congress Committee on 30th January 1921 and became its first secretary. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി 1921 രൂപീകരിക്കുകയും അതിന്റെ ആദ്യ സെക്രട്ടറി ആകുകയും ചെയ്തതിൽ നിർണായക സ്വാധീനം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് കെ മാധവൻ നായർ എന്ന് പറയുന്നത്. He was an ardent supporter of the non-cooperation and the Khilafat agitation in Malabar. മലബാറിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും ഒരു വലിയ സപ്പോർട്ടർ ആയിരുന്നു അദ്ദേഹം. അത് മാത്രമല്ല, when Gandhiji visited Calicut, ഗാന്ധിജി കോഴിക്കോട് എത്തിയപ്പോൾ ഏത് വർഷം 1920 മാധവൻ നായർ ട്രാൻസ്ലേറ്റഡ് ദ സ്പീച്ച് ഓഫ് ഗാന്ധിജി ഇൻടു മലയാളം. മലയാളത്തെ ഗാന്ധിജിയുടെ ഭാഷയിലേക്ക്, ഗാന്ധിജിക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്കും ഗാന്ധിജിയുടെ ഭാഷ മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തത് കെ മാധവൻ നായരാണ്. He was arrested in 1921 in connection with the visit of Khilafat leader Yaqub Hussain to Malabar. 1921 അദ്ദേഹം അറസ്റ്റ് വരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തായിരുന്നു 1921 കെ മാധവൻ നായരെ അറസ്റ്റ് ചെയ്യാൻ അതിന്റെ പിന്നിലുള്ള തേജോവികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖിലാഫത്ത് ലീഡർ ആയിട്ടുള്ള യാക്കൂബ് ഹുസൈനെ മീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്, അവർ തമ്മിലുള്ള സന്ധിയുമായി ബന്ധപ്പെട്ട്, സന്ധി സംഭാഷണവുമായി ബന്ധപ്പെട്ട് 1921 കെ മാധവൻ നായരെ അറസ്റ്റ് ചെയ്യുകയാണ്. He was arrested in 1930. 1930 അദ്ദേഹം വീണ്ടും അറസ്റ്റിലാകുന്നു. When he participated in the civil disobedience movements after his release from jail, he continued his agitation against the British rule till his death on 28 September 1933. 1930 സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ്സ്, സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1930 അദ്ദേഹത്തെ കെ മാധവൻ നായരെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ജയിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങി അദ്ദേഹം മരിക്കുന്നത് വരെയും ഇന്ത്യയില് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് ഉടമകളായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ അഹോരാത്രം പോരാടാൻ സന്നദ്ധനായിരുന്നു അദ്ദേഹം. അങ്ങനെ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് മുമ്പ് 1 തിരുവിതാംകൂർ, 2 കൊച്ചി, 3 മലബാർ, ഇങ്ങനെ 3 റീജിയനുകളായിട്ടായിരുന്നു വിഭജിച്ചിരുന്നത്. ഈ 3 റീജിയനിൽ മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറും റെസിഡന്റിനെ വെച്ചുകൊണ്ടായിരുന്നു അവിടെ രാജ്യഭരണമായിരുന്നു നടന്നത്. അപ്പോൾ മലബാറിൽ നേരിട്ട് ബ്രിട്ടീഷ് ഭരണം നടത്തുന്നതും തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡന്റിനെ വെച്ച് ഭരണം നടത്തുന്നതും തമ്മിൽ ആചാര്യജാന്തര വ്യത്യാസമുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള പരിപാടികളാണ് മലബാറിൽ. അതുകൊണ്ട് തന്നെ മലബാറിലെ സമരങ്ങൾ ബ്രിട്ടീഷുകാരുമായി നേരിട്ടായിരുന്നു. The freedom struggle in Malabar was more intense than in Travancore and Cochin because colonialism was deeply rooted in Malabar. The people fell victim to both feudal oppression and colonial exploitation. നിങ്ങൾക്കറിയാം, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കാര്യത്തില് സാമൂഹിക മത സാമുദായിക പ്രക്ഷോഭങ്ങളുമായി നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു അല്ലെ? എവിടെയായിരുന്നു? വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ? നിവർത്തന പ്രക്ഷോഭം ഉണ്ടായിരുന്നു അല്ലെ? ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായിരുന്നു അല്ലെ? ഐക്യ കേരള പ്രസ്ഥാനം ഉണ്ടായിരുന്നു അല്ലെ? അപ്പോൾ സ്വാഭാവികമായും കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉൾപ്പെടെ
ഉൾപ്പെടെ നിരവധി സാമൂഹ്യ, സാമുദായിക, സാംസ്കാരിക, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂറും കൊച്ചിയും നിറഞ്ഞു നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ, വിദേശികാരുടെ നീചഭരണത്തിനെതിരെ നേരിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട് മലബാറിലെ ജനങ്ങളും അണിനിരന്നിരുന്നു. അങ്ങനെ മലബാറിൽ നിന്ന് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ, മലബാറിൽ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. അത് മറ്റാരുമല്ല, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, he was one of the most important freedom fighter who dedicated his whole life for India's freedom. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ മുഴുവൻ ജീവിതവും സമർപ്പിച്ച മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഫ്രം കേരള മലയാളിയാണ് ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്നത്. He discontinued his studies at Aligarh University to participate in non-cooperation and ഖിലാഫത്ത് മൂവ്മെന്റ്സ് ഇൻ മലബാർ. അദ്ദേഹം അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ പഠനം നിർത്തിവെച്ചിട്ട് രാജ്യമൊട്ടാകെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും നിസ്സഹകരണ പ്രസ്ഥാനത്തിനും പങ്കാളിയായി എന്നുള്ളതാണ്. ഫോർ ബ്രേക്കിംഗ് SALT law on Calicut beach during SALT Satyagraha in 1930, he was brutally lathi charged by police, sentenced to 9 months rigorous imprisonment and lodged in കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂർ എന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അദ്ദേഹം 1930 സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് സാൾട്ട് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അവിടെ നിയമം ലംഘിച്ചപ്പോൾ, സിവിൽ നിയമം ലംഘിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസുകാർ വളരെ ബ്രൂട്ടലായിട്ട് ലാത്തി ചാർജ് ചെയ്യുകയും 9 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹത്തിനെ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. Abdur Rahman edited a national daily Al-Amin from 1924 to 1939 from Calicut. 1924 Al-Amin എന്ന് പറയുന്ന ഈ ഒരു നാഷണലിസ്റ്റ് ഡെയിലി സ്റ്റാർട്ട് ചെയ്യുന്നതും അദ്ദേഹമാണ്. 39 വരെ അതിന്റെ എഡിറ്ററും അദ്ദേഹം തന്നെയായിരുന്നു. He was a member of Calicut Municipal Council from 1931 to 1934 and the Malabar District Board from 1932. He was elected to Madras Legislative Assembly in 1937. അദ്ദേഹം കാലിക്കറ്റ് മുനിസിപ്പൽ കൗൺസിലിൽ അംഗമായിരുന്നു. അദ്ദേഹം മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പർ ആയിരുന്നു. അദ്ദേഹം മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് 1937 ഇലക്ട് ചെയ്യുകയും ചെയ്തു. He became the president of KPCC and a member of All India Congress Committee in 1939. അദ്ദേഹം KPCCയുടെ മെമ്പർ ആയിരുന്നു. ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ, KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ മെമ്പർ ആയിരുന്നു. അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു വലിയ ആരാധകനായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. Being an admirer of Subhash Chandra Bose, Abdur Rahman associated himself with the forward block formed by Subhash Chandra Bose. അനവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, സ്വാതന്ത്ര്യ സമരമുഖത്തെ നിറസാന്നിധ്യമായിരുന്ന ഒരുപാട് മലയാളികളെ കേരളം സംഭാവന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീഡം മൂവ്മെന്റ് ഇൻ കേരള എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട മലയാളികളുടെ പേരും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കണ്ടെത്തുക, അത് മാക്സിമം കുട്ടികളിലേക്ക് എത്തുക, അത് പരീക്ഷയ്ക്ക് വരുമ്പോൾ വളരെയധികം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.